നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മാനവികതയാണ് മഹത്തരമെന്ന സന്ദേശമുയർത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മതവിദ്വേഷമാണ് മഹത്തരമെന്ന ഭാഷ്യം ആവർത്തിക്കുകയാണ് സംഘപരിവാർ. ഒഡീഷയും ജാബുവയും മണിപ്പൂരുമെല്ലാം രാജ്യത്ത് പല നിലകളിൽ ആവർത്തിക്കപ്പെടുകയാണ്. നല്ലേപ്പള്ളിയും തത്തമംഗലവും സൂചനയല്ല, തുടർച്ച തന്നെയാണ്. മുസ്ലിങ്ങളും മിഷണറിമാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് മുഖ്യശത്രുക്കളെന്ന വിചാരധാര വീക്ഷണം പുതിയ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോൾവാൾക്കറുടെ പിന്മുറക്കാർ. മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും മണ്ണിൽ അപരവിദ്വേഷത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുന്ന സംഘപരിവാർ മനസ്സിനെ വേരോടെ പിഴുതെറിയേണ്ടത് തന്നെയാണ്. അതിര് കടക്കുകയാണ് സംഘപരിവാറിൻ്റെ അപരവിദ്വേഷം. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് VPP മുസ്തഫ, BJP നേതാവ് BG വിഷ്ണു, രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് എന്നിവരാണ്. സ്വാഗതം മൂന്ന് പേർക്കും ചർച്ചയിലേക്കും. ഈ ശ്രീ റജി ലൂക്കോസ്, ഇന്ന് നമ്മൾ കണ്ട രണ്ട് കാഴ്ചകൾ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനത്ത് ചെന്ന് ഉണ്ണിയേശുവിനെ വന്ദിക്കുന്ന ഒരു ചിത്രം. അതോടൊപ്പം തന്നെ ഇന്ന് പത്രങ്ങളിൽ കണ്ട മറ്റൊരു ചിത്രമാണ് പാലക്കാട്ടെ നല്ലേപ്പള്ളിയിലെയും അതോടൊപ്പം തന്നെ തത്തമംഗലത്തെയും പുൽക്കൂടുകൾ അടിച്ച് തകർത്ത ചിത്രവും കൂടി. ഈ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് തലേന്ന് വീടുകളിൽ കേക്കും വീഞ്ഞുമായി എത്തിയ BJP നേതാക്കൾ ഇത്തവണയും ആ തന്ത്രം തന്നെയായിരുന്നു പയറ്റാനിരുന്നതും. ഇവിടെ ഇന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റെ ഒരു വിമർശനം കൂടി വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ വന്നിക്കുന്നു, ഇവിടെ പുൽക്കൂടുകൾ കത്തിക്കുന്നു. എന്താണ് ഇവരുടെ ന്യായം? മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ശ്രീ റജി ലൂക്കോസ്. ഷിജു, കൈരളി കുടുംബത്തിനും മുഴുവൻ മലയാളി സഹോദരങ്ങൾക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാം. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് അവിടെ എത്തുകയും അവിടുത്തെ കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുകയും അവിടെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. അതേ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 വർഷക്കാലം ആയി മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന കുക്കി ക്രിസ്ത്യൻ സമൂഹത്തിന് നടക്കുന്ന നരഹത്യക്കും വംശഹത്യക്കും എതിരെ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. അതായത് ആകപ്പാടെ 36 സെക്കൻഡാണ് ഈ 2 വർഷത്തിനിടെ പ്രതികരിച്ചത്. സോവിയറ്റ് യൂണിയനും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള 3 വർഷക്കാലത്തെ നീണ്ട യുദ്ധം പരിഹരിക്കാൻ ഈ 2 രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ഇന്നലെ അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു. അതാണ് നമ്മളെ ഏറ്റവും കൂടുതലും അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിൽ നടക്കുന്ന ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് നടക്കുന്ന ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെയും ശ്രീലങ്കയിലെ പള്ളി കത്തിച്ചതിനെതിരെയും അദ്ദേഹം വളരെ ഉത്കണ്ഠ രേഖപ്പെടുത്തി. എന്നാൽ ഇതേ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിലെ മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളും കത്തി നശിപ്പിച്ചിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ കണ്ട് അവിടുത്തെ ക്രമസമാധാനം അല്ല അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല? 65,000 ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുക്കി വംശര് ഇപ്പോഴും നരകയാതന അനുഭവിച്ചുകൊണ്ട് കാട്ടിൽ ജീവിക്കുകയാണ്. ഇതേ പ്രധാനമന്ത്രി അറിയുന്നില്ലേ ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന വേട്ടയാടലുകൾ? ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, അവിടെ ഭരിക്കുന്ന BJP ആണ്. കഴിഞ്ഞ വർഷം മധ്യപ്രദേശിലെ വിദ്യാർത്ഥികളോട് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നും പാപ്പായുടെ വേഷം പോലും ധരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. ഇതേ കാലയളവിൽ തന്നെ തെലങ്കാനയിൽ അന്ന് BJP അന്ന് അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അന്ന് ഭരിച്ചത് കോൺഗ്രസ് അല്ല, നമുക്കറിയാം, ഇവരുടെ ഒരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ അതായത് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളും പുരോഹിതന്മാരും നടത്തുന്ന ഒരു സ്കൂളിൽ കയറി അവരെ ഭീഷണിപ്പെടുത്തി അവരെ അവിടെ ഇറക്കി വിട്ടു. ഇതേ BJP നമ്മളെ ഞടുക്കിക്കൊണ്ട്, അതായത് ഇന്ത്യയിൽ ക്രിസ്തു പറഞ്ഞ ഒരു വാചകം കൃത്യമായി പാലിക്കുന്ന ഒരു ജനതയുള്ളത് കേരളത്തിലുള്ള. അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും നല്ല മെസ്സേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അംഗീകരിച്ചിരിക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ച് കേരളത്തിൽ പരസ്പരം ഇടപഴകി ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഉത്തരേന്ത്യയിൽ മാതൃകയിൽ സ്റ്റാൻസ്വാമിയെ ചങ്ങലക്കിട്ട് കൊന്ന ഉത്തരേന്ത്യയിൽ മാതൃകയിൽ അതുപോലെ ഗ്രഹാം സ്റ്റൈൻസിനെ കുട്ടികളെ ചുട്ടുകരിച്ച ഉത്തരേന്ത്യയിൽ മാതൃക കേരളത്തിലേക്ക് അവർ ഇറക്കിയിരിക്കുന്നു. അതായത് തത്തമംഗലത്തും നെല്ലിയപ്പള്ളിയിലെ സ്കൂളിലെ കുട്ടികൾ ആ ക്രിസ്മസ് ആഘോഷത്തിന് അവരുടെ അധ്യാപകരോടൊപ്പം ആ കോമ്പൗണ്ടിനുള്ളിൽ ആഘോഷിച്ചപ്പോൾ
വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ അവർ BJP പ്രവർത്തകരോടെയാണ് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. അവർ ആ സ്കൂളിൽ കയറി കുട്ടികളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാചകമാണ് ഏറ്റവും കൂടുതൽ കേരളത്തെ രഞ്ജിപ്പിക്കുന്നത്. എന്താണ്? കുട്ടികൾ ക്രിസ്മസ് ഇറങ്ങിയതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ എന്താ അവകാശമുള്ളത്? ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി നബിദിന ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ റോഡിലല്ലേ നടക്കുന്നത്? നബിദിനാഘോഷം അല്ലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ അവിടെ പങ്കെടുക്കുന്നത് ഈ മുസ്ലിം കുട്ടികൾ അല്ല, ക്ഷമിക്കണം, പിന്നെ ഹൈന്ദവ അല്ലെങ്കിൽ കുട്ടികൾ മാത്രമാണോ? അവിടെ കോഴിക്കോട് നിന്നുള്ള വാർത്തകൾ എല്ലാ വർഷവും കേൾക്കുന്നില്ല. അവിടെ മുസ്ലിം കുട്ടികൾ പോലും ശ്രീകൃഷ്ണന്റെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാട്ടിൽ ക്രിസ്ത്യൻ പിന്നെ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തോടെ ആഘോഷിക്കുന്ന, ലോകം ആഘോഷിക്കുന്ന, എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ക്രിസ്മസിന്റെ ഒരു ചെറിയ ആഘോഷം റോഡിലിറങ്ങി എന്ന് അവർ ആരോപിച്ചാൽ പോലും അവരതിനെ വെല്ലുവിളിക്കുകയും തടയുകയും ചെയ്യുന്നത് കേരളത്തിലേക്ക് അവർ ഈ പറയുന്ന വിദ്വേഷത്തിന്റെ, അതുപോലെ തന്നെ മതവിദ്വേഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിദ്വേഷ സന്ദേശം അവർ കേരളത്തിൽ ഇറക്കിയിരിക്കുന്നു. തത്തേപ്പള്ളിയിൽ തത്തമംഗലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഇരുമ്പഴിക്കുള്ളിൽ വെച്ചിരുന്ന പുൽക്കൂട് ആ മതിൽ ചാടിക്കിടന്ന് ഇവർ തകർത്തിരിക്കുന്നു. മറ്റൊന്ന് പേരോട് ഷിജു പറയാത്തൊരു കാര്യത്തോടെ ഞാൻ പറയാം. മുതുകുളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയില് 2-3 പേർ ക്രിസ്മസ് ആഘോഷമായിട്ട് തെരുവിലിറങ്ങിയപ്പോൾ അവിടെ RSSന്റെ ഔദ്യോഗിക ഭാരവാഹി, താലൂക്ക് ഭാരവാഹി അവരെ വെല്ലുവിളിച്ചു. ഇനി ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാണെന്ന് പറഞ്ഞത്. ഇതേ BJP ആണ് കഴിഞ്ഞ കുറെ 2-3 വർഷങ്ങളായിട്ട് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെ പ്രചാരകരായി മാറിയിട്ട് പോലും കേരളത്തിൽ വേരുറപ്പിക്കാതെ വന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തോളത്ത്, ഈ രാജ്യം മുഴുവൻ ക്രിസ്ത്യൻസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ തോളത്ത് കൈയിട്ട് ചില ബിഷപ്പ് ഹൗസുകളിൽ ക്രിസ്ത്യന്റെ വീടുകളിലും പോയി കേക്ക് കൊടുത്ത് അവർ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതും ഇപ്പോഴും മുനമ്പത്ത് നടക്കുന്ന സമരത്തിൽ നുഴഞ്ഞു കയറി തങ്ങളാണ് രക്ഷകർ എന്നുള്ള നാട്യം കാണിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിക്കുന്ന എന്നുള്ളതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ ഈ പറഞ്ഞ തത്തമംഗലത്തും നെല്ലിയപ്പള്ളിയിലും അല്ല ഇവിടെ നമ്മുടെ മുതുകുളത്തും നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ വിദ്വേഷ പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുക? അതാണ് കേരളം തിരിച്ചറിയേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരുടെ ആ സന്ദർശനത്തെ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയത്തില്ല. CBC എന്ന് പറയുന്ന ഇന്ത്യയിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായ അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട താഴത്തെ പിതാവാണ്. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വരികയും അദ്ദേഹം പ്രസംഗിക്കുകയും മതസൗഹാർദ്ദവും അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശം കൊടുത്തിരുന്ന ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ അത് പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഏറ്റവും വലിയ സഹിഷ്ണുതയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് വിളിച്ചു വരുത്തിയത്, അദ്ദേഹത്തിനെ ആദരിച്ചത്. അതാണ് ഈ സമൂഹം ഈ നാടിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അവിടാണ് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ അതിനൊരു തരിമ്പ് പ്രാധാന്യം കൽപ്പിക്കാതെ കണ്ട് ഇന്ത്യൻ മന്ത്രി പോലും ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ വേട്ടയാടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു 10 സെക്കൻഡ് ഞാൻ പറയാം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുമ്പില്, അതായത് നമ്മുടെ എന്താ പറയാ ബ്രിട്ടീഷ് രാജകുമാരിയുടെ പേരിലുള്ള ആ സ്ക്വയറിൽ അവിടുത്തെ ഫെൻസിംഗിൽ മുഴുവനും പതിച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ മുഴുവനും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന അട്രോസിറ്റികളായിരുന്നു. വേറെ ഒരു ഫ്ലെക്സ് അവിടെ കാണാനില്ലായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ പലതവണ ഇട്ടിട്ടുണ്ട്. അതായത് രാജ്യാന്തര തലത്തിൽ പോലും ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡിലെയും അതുപോലെ തന്നെ തെലങ്കാനയിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ മണിപ്പൂരിലെയും ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ കണ്ട് തങ്ങളുടെ നാട്ടിലെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ, മൗനം, അത് ഇരട്ടത്താപ്പാണെന്ന് വിമർശിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സിജു? ഇപ്പൊ കേരളത്തിലേക്ക് ശരി, ശ്രീ റെജി ലൂക്കോസ്, കാരണം ഒരുപക്ഷെ VG വിഷ്ണു നമ്മുടെ ചർച്ചയിൽ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കേക്ക് അതോടൊപ്പം തന്നെ വൈൻ കൊടുപ്പ് എല്ലാം കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ നിങ്ങളുടെ നേതാക്കൾ ഈ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ എത്തി കേക്ക് വിതരണം ചെയ്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ റെജി ലൂക്കോസ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുതുകുളം, നല്ലേപ്പള്ളി, തത്തമംഗലം, കേരളത്തിൽ 3 സ്ഥലങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. ഇന്നലെ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വലിയ തരത്തിലുള്ള ക്ഷമാപണം ഒക്കെ നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി അവിടെ ഉണ്ണിയേശുവിൻ്റെ മുൻപിൽ വന്ദനം നടത്തിയതിന് ശേഷം അതിനുശേഷം നടന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ഒരു രീതി. VG വിഷ്ണുവിനും റെജി ലൂക്കോസിനും VPP മുസ്തഫയ്ക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആഘോഷങ്ങളും
മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നവരാണ്. അത് റംസാനായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാം ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നവരാണ്. മാനവികത തന്നെയാണ് മഹത്തരമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ, UP സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ പുൽക്കൂട്, അതിൽ വിവിധ ജാതിയിൽ മതത്തിൽപ്പെട്ട കുട്ടികളുണ്ടാകാം, അവർ ഒരേ മനസ്സോടെ വന്ന് ഒരു പുൽക്കൂട് തയ്യാറാക്കിയപ്പോൾ അതിനെ തകർത്ത് കളയാനും അധ്യാപകരെ ഭീഷണിപ്പെടുത്താനും തോന്നുന്ന ആ മനസ്സ്, ആ വികൃത മനസ്സ്, ആ കേരളത്തിൻ്റെ സാംസ്കാരികമായ ഔന്നത്യത്തിന് ഏൽപ്പിച്ച കളങ്കം, അതിന് നിങ്ങൾ മറുപടി പറയണം. അത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞ ക്ഷമാപണത്തിൽ മാത്രം തീരുന്നതല്ല. ബി.ജി. വിഷ്ണു. ശ്രീ ഷിജു, ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് തന്നെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അവരോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആശംസ നേരുകയും അവരോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിട്ടാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുമെല്ലാം ക്രൈസ്തവ സഭകളുമായി സ്നേഹയാത്രയുടെ ഭാഗമായി സന്ദർശിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാലക്കാട് നടന്ന സംഭവത്തിൽ അത് സാമൂഹ്യ വിരുദ്ധരാണെന്നും അവരെയൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്നുള്ള കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടായാൽ അത്തരത്തിൽ ആ അക്രമത്തിൽ പ്രതിയാക്കപ്പെട്ട സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഇന്ന് അതിനുവേണ്ടി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇവർക്ക് യാതൊരുവിധ നിയമപരമായ സഹായവും ആരും ചെയ്യരുതെന്നും ഇവർക്കെല്ലാം സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അസംയുക്തമായി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ക്രൈസ്തവ വിഭാഗവുമായി കേരളത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ഞങ്ങളുമായി ഒരു കാലഘട്ടത്തിൽ അവർക്ക് വലിയ അകൽച്ചയുണ്ടായിരുന്നു. പക്ഷേ അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നെല്ലാം അവരുമായി അതിൽ നിങ്ങളാണ് രാഷ്ട്രീയ നിറം കാണുന്നത്. ഞങ്ങൾ ഈ സമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗപ്പെട്ട ആൾക്കാരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഈ രാജ്യത്തിൻ്റെ പൊതു വികസനത്തിലേക്ക് എല്ലാ വിഭാഗങ്ങളെയും എത്തിക്കാൻ വേണ്ട കഠിനമായ പരിശ്രമം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരോ ഒരാൾ ചെയ്തത് സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെക്കാനെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. കഴിഞ്ഞ 2022 ആലപ്പുഴയിൽ കരോൾ സംഘത്തെ DYFI ആക്രമിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം പിണറായി വിജയനാണോ? അല്ലല്ലോ. എന്നാൽ അത് റെജി ലൂക്കോസ് സമ്മതിക്കുമോ? അല്ലെങ്കിൽ PPP മുസ്തഫ സമ്മതിക്കുമോ? മലപ്പുറത്തുണ്ടായിട്ടുണ്ടല്ലോ, കോട്ടയത്തുണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ DYFIക്ക് കരോളിനെയും ക്രിസ്മസിനെയും ആക്രമിക്കുന്ന നിരവധി കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും CPM സ്വീകരിച്ചുള്ളത്. കാരണം ഇന്ന് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്, പിടിയിലായത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവരാണ്. എങ്ങനെ? അതായത് അങ്ങനെ ഒരു നിയമത്തിൻ്റെ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, ഒരു മനോഭാവമാണ്. ഒരു രാജ്യത്തെ ഭരണകൂടം മൗനാനുവാദം നൽകുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ 14 വർഷം കൊണ്ട് 12 വർഷം കൊണ്ട് കാണുന്നതാണ്. മൗനാനുവാദം നൽകിയത് പ്രധാനമന്ത്രി നൽകിയോ? അതോ ഏതെങ്കിലും BJPയുടെ നേതാക്കൾ പറഞ്ഞോ അവിടെ നടന്നതെല്ലാം നല്ല സംഭവമാണെന്നും അതിൽ പ്രതികരിക്കേണ്ടെന്നും നിശബ്ദമായിരിക്കാനാണോ BJP നേതൃത്വം പറഞ്ഞത്? അല്ലല്ലോ. അതിനെതിരെ അതിശക്തമായി തന്നെയാണ് ഇന്ന് BJP പ്രതിഷേധ മാർച്ചടക്കം നൽകിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷ ഇവിടെ കുരുതി കൊടുക്കുന്നു, കത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സഭാധ്യക്ഷന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? സഭാ തിരുമേനിയെ ഓർത്തഡോക്സിന്റെ അധ്യക്ഷൻ തള്ളിയിട്ടുണ്ടല്ലോ. ആ വാർത്ത കൂടി താങ്കളൊന്ന് സ്ക്രോൾ ചെയ്യണം. നിങ്ങൾ ഇതെല്ലാം സ്ക്രോൾ ചെയ്യുന്ന കൂടത്ത് തിയോവിലസിന്റെ അദ്ദേഹത്തിന്റെ കൃത്യമായി സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാര്യം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടെന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ താഴത്ത് തിരുമേനി അടക്കം വളരെ വ്യക്തമായി ഇന്ന് പത്രസമ്മേളനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ കേട്ടിട്ടുണ്ട്. താങ്കൾ ഒരു തിരുമേനി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് സഭ തള്ളി പറഞ്ഞത് മാത്രം താങ്കൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത് പറയുന്നത് വെറും ഒരു വൈദികനല്ല ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുകളിൽ ഞാനൊരു കാര്യം പറഞ്ഞത് ഞാനൊന്ന് പറയട്ടെ. ബി.ജി. വിഷ്ണു ഇത്രയും നേരത്തെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ കഴിഞ്ഞ നാളുകളിലൊന്നും നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും പരമകാരുണികന്മാരായ വിഭാഗമാണ് ഈ സംഘപരിവാർ എന്നാണ്. നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട ചില തീയതികൾ ഞാൻ പറയാം. 1998 സെപ്റ്റംബർ 12 അതെവിടെയാണെന്നറിയാവോ? ജാബുവ എന്ന് പറയുന്ന സ്ഥലത്ത് 4 കന്യാസ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. 1999 ജൂലൈ 20 ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും 2 മക്കളെയും ജീവനോടെ കത്തിച്ചത്.
അതിങ്ങനെ തുടരുകയാണ്. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ അടക്കം നടക്കുന്ന വലിയ തരം അതിക്രമങ്ങൾ എന്തേ ഒരു വാക്ക് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുന്നില്ല. നൈജീരിയയിൽ നടക്കുന്ന ചെറിയ സംഭവത്തിൽ അവിടെ ക്രൈസ്തവർക്കെതിരെ വേട്ട നടക്കുന്നുവെന്ന് അവിടെ പോയി പറയുകയും രാജ്യത്ത് നടക്കുന്ന ഒരു അതിക്രമത്തിനെതിരെയും കമാന്ന രക്ഷണമിണ്ടാത്ത നരേന്ദ്രമോദിയുടെ ആ മൗനം, ആ ഇരട്ടത്താപ്പ്, അത് ഇവിടുത്തെ വലിയൊരു ഭാഗം ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബി ജി വിഷ്ണു. അതെ, ക്രൈസ്തവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോളപരമായി ക്രൈസ്തവർക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളെ പറ്റിയും കൃത്യമായി ഇവിടെ തിരിച്ചറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയല്ലോ മതതീവ്രവാദ സംഘടനകൾ. അവർക്കെതിരെ എത്ര പേർക്കെതിരെ ഇവിടെ നിയമ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ മാർച്ചിൽ പങ്കെടുത്ത എത്ര പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ എത്ര പേര് ദാബോൾക്കർ അടക്കമുള്ളവരെ, എത്ര സാംസ്കാരിക നായരെ കൊന്നു? എന്താണ് നിങ്ങളുടെ സാംസ്കാരിക നായകരെ BJP ആണ് കൊന്നതെന്ന് പറയും? താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഏതെങ്കിലും BJP നേതാവ് പ്രതികരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വിളിച്ചു പറയരുത്. ഗാന്ധിയെ കൊന്നതിന് നേതൃത്വം കൊടുത്ത വിനായക് ഗോഡ്സെ, വെച്ചവരല്ലേ നിങ്ങൾ? നമ്മളൊരു ആരോഗ്യപരമായി ചർച്ച നടത്തുമ്പോൾ അതിൽ RSS ഒരു പങ്കില്ല എന്ന് ജസ്റ്റിസ് സിറിയക് തോമസ് അടക്കം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. താങ്കളുടെ ഒരു 1000 വട്ടം പറഞ്ഞാലും ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന്. എവിടെയെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ചെയ്ത സംഭവങ്ങളെല്ലാം BJPയുടെ തലയിൽ വച്ച് കെട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. നിങ്ങൾ പരിശ്രമിച്ചോളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആഗോള ഭീഷണിയാണ്. പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ വരെ ആ ഭീകരവാദം എത്തിയിരിക്കുകയാണ്. ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നു. എന്താ സർക്കാർ എന്ത് നടപടിയെടുത്തിട്ടുണ്ട്? എത്രയോ രാജ്യങ്ങൾ ഇതാ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഭീകരവാദികൾ വണ്ടി ഇടിച്ചു കയറ്റി കൂട്ട കൊലപാതകം നടത്തി. ഇങ്ങനെ ക്രൈസ്തവരെല്ലാം ആഗോളപരമായി ഉന്മൂലനം ചെയ്യുന്ന വലിയ ഭീകരവാദ ശക്തികൾ. ഹാഗിയ സോഫിയ പള്ളി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾക്ക് തുറന്നു കൊടുത്തപ്പോൾ അതിനെ അനുകൂലിച്ച് ലേഖനം എഴുതിയിട്ടുണ്ടോ? ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് തന്നെ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. ആരാണ് നിങ്ങൾക്ക് പറയുന്നത്? ഞാനും ഇവിടെ പറയുന്നു. ആരാണ് നിങ്ങളുടെ ചോദ്യത്തിന് പറയേണ്ടത്? ഒരു പക്ഷേ റജി ലൂക്കോസിന് മറുപടി പറയാം. റജി ലൂക്കോസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJ വിഷ്ണു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ഇമേജ് ഉള്ള വളരെ ഈ അപ്പോസ്തലന്മാരാണ്, മൊത്തത്തിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെ അപ്പോസ്തലന്മാരാണ് ഞങ്ങളെന്നാണ് BJ വിഷ്ണു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥാനമൊന്നും ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അത് CPMന്റെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നത്. BJ വിഷ്ണു, CPMലേക്ക് നമ്മൾ വരാം. ഈ റജി ലൂക്കോസ് പറയൂ. അല്ല, അത് ഷിജു അത് വളരെ വ്യക്തമായില്ല അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ. എന്താ അദ്ദേഹം അവരാകപ്പാടെ തകർത്തിരിക്കുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തങ്ങളുടെ പോക്കറ്റിലാക്കാന്നുള്ള അവരുടെ കപട പ്രകടനങ്ങൾക്ക് ഇത് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിനോട് പറയാം, ആകെ പ്രതിഷേധിച്ചിരിക്കുന്നത് മിലിത്യോസ് തിരുമേനി മാത്രമുള്ളത്. താങ്കൾ വാർത്ത കൊടുത്ത എന്റെ സുഹൃത്ത്, അദ്ദേഹം സുഹൃത്തെ പാലക്കാട് ബിഷപ്പ് അഭിമന്യ പിതാവ് ഈ തത്തമംഗലത്ത് നെല്ലിയപ്പള്ളിയിൽ നടന്ന നിങ്ങളുടെ വേട്ടയാടലിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയിലെ അംഗമാണ്, ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കപടമായി ഞാൻ പറയാം, ഇപ്പോഴത്തെ ഒറീസ മുഖ്യമന്ത്രി ആരാ? ഗ്രഹാം ഷെയ്സിലെ കുട്ടികളെ അവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് ചൂട്ടുകരിച്ചു വന്ന പ്രതികളെ മോചിപ്പിക്കണം, അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ ഒറീസ മുഖ്യമന്ത്രി. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ മർദ്ദിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിന് മുമ്പിൽ അവകാശ നാടകം കളിച്ച ഇതേ പ്രകടനം നയിക്കുക ഇവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച വ്യക്തിയായ MP ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കേരളത്തിൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പാലാ ബിഷപ്പിനെ കുറിച്ച്. പാലാ ബിഷപ്പിന്റെ സംരക്ഷണം RSS BJP ഒന്നും ഏറ്റെടുക്കണ്ട. അതിന് ആൺകുട്ടികൾ വേറെ പാലായിലുണ്ട്. ഞാൻ പാലായിലിരുന്ന സംസാരിക്കുന്നത്. പാർട്ടിയാണോ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞാൽ വ്യക്തമായിരുന്നു.
മതതീവ്രവാദ സംഘടനകളിൽ നിന്ന് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് റെജി ലൂക്കോസും പാർട്ടിയാണോ സംരക്ഷണം കൊടുക്കുന്നതെന്നും നിങ്ങളുടെ സർക്കാർ ഈ തീവ്രവാദികൾക്കെതിരെ മാർച്ച് നടത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്ത് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് പറയാൻ മതി താങ്കൾ. സംരക്ഷിക്കാനാണ് താങ്കൾ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം സംരക്ഷിക്കുമെന്ന കൃത്യമായ നിലപാടുള്ള പാർട്ടി തന്നെയാണ് ബിജു വിഷ്ണു റെജി ലൂക്കോസ് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. ബിജു വിഷ്ണു റെജി ലൂക്കോസ് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. റെജി ലൂക്കോസ് സംസാരിക്കാതിരിക്കും, അതല്ല മര്യാദ. കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്ന, ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നല്ലോ ഈ ചർച്ച. പാലാരൂപതയുടെ സംരക്ഷണം ഇവിടുത്തെ RSSകാരൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിലൂടെ പാലായിൽ ആൺകുട്ടികൾ വേറെ ഉണ്ട്. പാലാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്നുമല്ല. നിങ്ങൾ എവിടുന്നോ പ്ലാൻ ചെയ്ത് വന്ന് 3-4 പേര് എന്റെ ഫ്രണ്ട് നിന്നപ്പോഴേ പാലാരൂപതയ്ക്ക് ആരുടെ സംരക്ഷണത്തിന് ആവശ്യമില്ല. കേരളത്തിലെ നല്ല എസ്പെഷ്യലി പാലായിലും ചുറ്റുവട്ടത്തുള്ള ജനങ്ങള് ജാതിമത ഭേദമന്യേ ആദരിക്കുന്ന ഒരു സമൂഹമാണ് പാലാരൂപതയും അവിടുത്തെ ബിഷപ്പും. അതുപോലെയുള്ള മാനുഷിക സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നവരാണ് അവര്. അവിടെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. ഇത് മണിപ്പൂരൊന്നും അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലായി, ഇത് കേരളമാ. അവിടെ ആൺകുട്ടികൾ വേറെ ഉണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ ഉപാധിപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒന്നും അട്ടിപ്പറ ഭാഷ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ചർച്ചയെ പറയാൻ വേണ്ടിയിട്ട്. പാലാരൂപതയുടെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ. പാലാരൂപത തന്നെ വല്ലോ തീവ്രവാദികളുടെ സംഘത്തിന് അടുക്ക് ജീവിക്കുന്ന സംഭവമാണ് പാലാരൂപത എന്ന് പറയുന്നത്. ലജ്ജയില്ല ഇങ്ങനെ RSSകാർക്കും BJPക്കാർക്കും. ഇവിടെ നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മണിപ്പൂരിൽ ഒരു സമാധാനം കൊണ്ടുവരാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന സാംസാമി എന്ന് പറയുന്ന 85 വയസ്സുകാരനായ പാർക്കിൻസൺ രോഗിയായ ഒരു മനുഷ്യനെ നിങ്ങൾ ഏകാന്ത തടവിലിട്ടില്ലേ വർഷങ്ങളോളം? കയ്യും കാലും ചങ്ങലക്കിട്ട് കൈ അടക്കാതെ വന്നപ്പോ ഒരു സ്ട്രോ ചോദിച്ചിട്ട് നിഷേധിച്ചില്ലേ? ആ മനുഷ്യനെ കൊന്നില്ലേ? ഈ രാജ്യത്തിന് ലോകത്തിന് മുമ്പിൽ അവമാനിക്കപ്പെട്ടില്ലേ? ഇല്ലേ? ഇപ്പൊ നിങ്ങൾ മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു. 11 വർഷമായില്ലേ? 10 വർഷമായില്ലേ സുഹൃത്തെ? 6 തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആഗ്രഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു. 6 തവണ എനിക്ക് ഇന്ത്യ സന്ദർശിക്കണം. ഏതാണ്ട് 1.5 കോടി ക്രിസ്ത്യൻസ് ഉള്ള ഇന്ത്യ എനിക്ക് സന്ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. തൊട്ടടുത്ത മ്യാൻമാറിൽ വന്നു, ഫിലിപ്പൈൻസിൽ വന്നു, ശ്രീലങ്കയിൽ വന്നു. അങ്ങനെ ചുറ്റും ഏഷ്യൻ രാജ്യങ്ങൾ വന്നിട്ടും നിങ്ങൾ ക്ഷണിച്ചില്ല. 4 മാസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി 3-ാം വട്ടം ജയിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷണിച്ചത്. എന്താ കാരണം? മാർപ്പാപ്പ വന്ന തുറന്നേറെ കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് ഭയമാണ്. അതാണ് നിങ്ങൾ അദ്ദേഹത്തിനെ വിളിക്കാത്തത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് എന്ത് സ്നേഹം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇനി ക്രിസ്ത്യൻ മാത്രമല്ല, മറ്റെല്ലാ ഉപാധിപ്പെട്ടവരോട് നിങ്ങൾക്ക് എന്ത് സ്നേഹമുള്ളത്? കേരളത്തിൽ നിങ്ങൾ പടുത്തുയർത്തിരിക്കുന്ന ഈ കേക്ക് സംസ്കാരവും ക്രിസ്ത്യൻ സമൂഹത്തിന് തോളത്തിടുന്നതും ഈ ഒറ്റ നിമിഷം കൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ വലയം വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഇവിടെയും മണിപ്പൂർ ആവർത്തിക്കും, ഇവിടെയും കർണാടക ആരംഭിക്കും. തൊട്ടടുത്ത് മംഗലാപുരത്ത് ഹനുമാൻ സേനയെന്നോ ശിവസേനയെന്നോ പറഞ്ഞു കുറെ ആളുകള് പിന്നെ എന്താ പറയാ ആ നഗരത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തെ പോലും വിലക്കിയില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ കോൺഗ്രസ് വന്നപ്പോഴല്ലേ അയവുണ്ടായത്? കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങളിൽ അതിനകത്ത് ശ്രീ റെജി ലൂക്കോസ് കോൺഗ്രസ് വന്നപ്പോൾ അയവുണ്ടായെങ്കിൽ പോലും അതിനകത്ത് എനിക്ക് ചില വിയോജിപ്പുകൾ കൂടി ഉണ്ട്. ഏതായാലും പക്ഷേ ഇപ്പം VPP മുസ്തഫ കൂടി ചേരുന്നുണ്ട്. ശ്രീ VPP മുസ്തഫ ഒരു പക്ഷേ അതെ റെജി ലൂക്കോസ് തിരികെ വരാം. അതായത് തിരികെ വരാം. ശ്രീ VPP മുസ്തഫ താങ്കൾ വളരെ ശ്രീ VPP മുസ്തഫ താങ്കൾ ഇപ്പോൾ BG വിഷ്ണു പറഞ്ഞതടക്കം കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന പദം, സ്റ്റാൻസാമി എന്ന വാക്ക്, മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൻ്റെ പേരുകൾ അതൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് BJPയുടെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ BG വിഷ്ണു ഇവിടെ പറഞ്ഞത് ഈ സംസ്ഥാനത്ത് വർഗീയമായി പ്രശ്നങ്ങളെ കാണുന്നത് CPM-ഉം ഇടതുപക്ഷവുമാണ്. സംഘപരിവാർ ഈ പ്രശ്നങ്ങൾക്കൊന്നും പിന്നിലില്ല. BJP അല്ല. പാലക്കാട്ടെ ഈ തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും ആ അതിക്രമം നടത്തിയവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വളരെ ശക്തമായി തന്നെ BG വിഷ്ണു പറയുകയും ചെയ്തു. കൈയഴിയുകയാണ്, ഞങ്ങൾക്ക് പങ്കില്ല. ശ്രീ VPP മുസ്തഫ. BG വിഷ്ണു ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെ മുന്നിലെ അനുഭവങ്ങൾ നിൽക്കുകയല്ലേ? ഇത് വെറും സാമൂഹ്യ വിരുദ്ധ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരേപോലെ സംസ്ഥാനത്തെ 3 ഇടങ്ങളിൽ ഈ ക്രിസ്മസിന്റെ തലേനാൾ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ കേവലമായ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവണതയുടെ ഭാഗമാണോ? അങ്ങനെ ഒരു മാനസിക ഭാവത്തിലേക്ക് ആളുകളെ എത്തിച്ചത് RSSന്റെ ഐഡിയോളജിയല്ലേ? നരേന്ദ്രമോദിയുടെ ഭരണമല്ലേ? നമ്മുടെ രാജ്യത്ത് ഇന്ന് പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ടല്ലോ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഹെൽപ്പ് ലൈനിന്റെ റിപ്പോർട്ടുണ്ട്. 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ രാജ്യത്ത് 2009 മുതൽ ഈ 2024 വരെ വിവിധ വർഷങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ കണക്ക് എണ്ണമിട്ട് നിരത്തിരിക്കുക. എല്ലാ ക്രിസ്തീയ സഭകളും ചേർന്നതാണ്. ഇവിടെ ഒരു ഭദ്രാസന അധിപന്റെ പരാമർശത്തെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുരോഹിതൻ തള്ളിക്കളഞ്ഞതിനെ എന്തോ വലിയ ആവേശത്തോടു കൂടി വിഷ്ണു എടുക്കുകയാണല്ലോ. ഈ പറയുന്ന എല്ലാ പുരോഹിതന്മാരും, ഇവിടെ തള്ളിയ പുരോഹിതനും ആവർത്തിച്ച് ഉറപ്പിച്ച പുരോഹിതനും എല്ലാം ഉൾപ്പെടുന്ന എല്ലാ ക്രിസ്തീയ സഭകളുടെയും ജോയിന്റ് വേദിയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ആ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നു. ഈ 2024 മാത്രം മോഡിയുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്ത് 745 ആക്രമണങ്ങളാണ് ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും ക്രിസ്തീയ പുരോഹിതന്മാർക്കും നേരെ നടന്നിരിക്കുന്നത്. 2009 അത് കേവലം 100 2014 വരെയുള്ള വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അത് കേവലം 100-നും 150-നും ഇടയിലാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും 200-ഉം 250% വർദ്ധിച്ച് ഇപ്പൊ അത് 745. അതിൽ ഡിസംബറിലെ കണക്ക് വന്നിട്ടുമില്ല, നവംബർ വരെയുള്ള കണക്കാണ്. 2023 അത് 715 ഇങ്ങനെ ഓരോ വർഷവും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. നിങ്ങളിപ്പോ കേരളത്തിൽ ചില സഭാധ്യക്ഷന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തം, നിങ്ങളുടെ ഈ കേക്ക് മുറി എന്തിനു വേണ്ടിയിട്ടാ? കേരളത്തിലെ ജനസംഖ്യയിൽ ക്രിസ്തീയ സമൂഹം ഒരു അവഗണിക്കാൻ കഴിയാത്ത ഘടകമാണ്. നിങ്ങൾക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെങ്കിൽ ആ വോട്ട് ബാങ്ക് പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന കാപട്യം നിറഞ്ഞ ചങ്ങാത്തമല്ലാതെ രാജ്യത്തുടനീളം നിങ്ങൾക്ക് ആ സമീപനമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തേ മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികൾ, 100-നടുത്ത് പള്ളികൾ തകർക്കപ്പെട്ടു, ഏതെങ്കിലും ഒന്ന് പ്രസ്താവിക്കാൻ നിങ്ങൾ സഹായിച്ചോ? അവിടുത്തെ തലസ്ഥാന നഗരിയിൽ ഇംഫാലിൽ ഉൾപ്പെടെ മലയാളികളായ ക്രിസ്തീയ പുരോഹിതന്മാരും സുവിശേഷ പ്രചാരകരുമുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു, നിങ്ങൾ സഹായിച്ചോ? നിങ്ങളുടെ ആസാമിലെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ്സുകാരനാ, ജന്മനാ RSS അല്ല. പക്ഷെ നിങ്ങളുടെ കൂടെ സമ്പർക്കം തുടങ്ങിയതിനു ശേഷം ആസാമിലെ മുഖ്യമന്ത്രിയുടെ വർഗീയ പ്രചരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായ ഈ മണിപ്പൂർ കലാപം ഉൾപ്പെടെ സംഭവിക്കുന്നതിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് BJPയുടെ ആസാം മുഖ്യമന്ത്രിയല്ലേ, ഹേമന്ത് ബിശ്വാസ് അല്ലേ? എന്തെല്ലാം തീതുപ്പുന്ന വർഗീയതയാ. അപ്പൊ അതുകൊണ്ട് ഇത് കേവലമായ ഒരു സാമൂഹ്യ വിരുദ്ധ ആക്രമണമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ക്രിസ്തീയ വോട്ടുകളിൽ കണ്ടുവച്ചിട്ട് തൽക്കാലം നിങ്ങൾ തള്ളിപ്പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. RSS മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ പ്രത്യയശാസ്ത്രം, നിങ്ങൾ അതിസങ്കുചിതമായ മതവാദം ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി ആളുകളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുതരം മാനസിക പ്രശ്നമാണത്. അത് നിങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ ഐഡിയോളജിയും ഉൽപ്പാദിപ്പിക്കുന്നതാ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ. അത് തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മദർ തെരേസയെ നിങ്ങൾ ഏതെല്ലാം നിലയില നേരത്തെ വിശേഷിപ്പിച്ചത്? ലോകം മുഴുവൻ ആദരിക്കുന്ന മദർ തെരേസയെ ആ നിലയിൽ ബഹുമാനിക്കാൻ RSS തയ്യാറായിട്ടുണ്ടോ? അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവരെ മതം മാറ്റുന്ന, ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് ആളുകളെ മതം മാറ്റുന്ന ഒരാളായിട്ടല്ലേ മദർ തെരേസയെ പോലും നിങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്? അപ്പൊ പിന്നെ തൃശ്ശൂരിലെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ പറഞ്ഞ വാചകം കറക്റ്റ് അല്ലേ? നിങ്ങൾ തൽക്കാലത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവിടെ പോയിട്ട് വൈൻ കുടിക്കുകയും ഉണ്ണിയേശുവിന്റെ രൂപത്തിൽ കൈകൂപ്പുകയും ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്നു. നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ? നിങ്ങളിപ്പോ എത്ര മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക? സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ടല്ലേ തൽക്കാലം നിന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സംഭാലിൽ, ഉത്തർപ്രദേശിലെ സംഭാലിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി പൊളിക്കാനുള്ളത് സുപ്രീം കോടതിയുടെ നീക്കം മൂലം തടസ്സപ്പെട്ടപ്പോൾ അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് നേരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമം ഏതെല്ലാം വിധത്തില? അതൊക്കെ സാമൂഹ്യ വിരുദ്ധ ആക്രമണമാണോ? നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടത്തിലല്ലേ? ഒടുവിൽ അവിടുത്തെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി കറന്റ് കട്ടവരായിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ ചിത്രീകരിക്കല്ലേ? സംഭാലിലെ മുഴുവൻ മുസ്ലിങ്ങളും വൈദ്യുതി മോഷ്ടാക്കളാണ്. അവിടുത്തെ MP-ക്ക് 1,80,00,000 സമാജ്വാദി പാർട്ടിയുടെ MP
1,80,00,000 ഫൈനാ ചുമത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് ഭീകരമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ തത്തപ്പള്ളിയും അതുപോലെ കുട്ടനാടും നടന്നത് ഒറ്റപ്പെട്ടതല്ല. താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സംഘപരിവാർ എതിരാകുന്നത് മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾ, അതായത് മിഷണറിമാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരെ ആണെന്നുള്ളതാണല്ലോ പൊതുവെ പറഞ്ഞു വരുന്നത്. പക്ഷേ അതുമാത്രമല്ല, ഇവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെ, ദളിത് വിഭാഗങ്ങൾക്കെതിരെ ഒക്കെ തന്നെയാണ് ഇവർ തിരിയുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണല്ലോ പാർലമെന്റിൽ നിന്നുകൊണ്ട് അംബേദ്കറെ അടക്കം അമിത്ഷാ പറഞ്ഞത്, അംബേദ്കർ അംബേദ്കർ അംബേദ്കർ, അങ്ങനെ പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചു എന്ന് പറഞ്ഞത് അംബേദ്കറെ കളിയാക്കിയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ബി ജി വിഷ്ണു, ഇവിടെ VPP മുസ്തഫ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ, ഒന്ന് കാപട്യം നിറഞ്ഞ ചങ്ങാത്തം, നിങ്ങളുടെ കാപട്യം നിറഞ്ഞ ചങ്ങാത്തം. 2024 മാത്രം 745 ആക്രമണങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ മാത്രം നടന്നു. എന്നിട്ട് കേക്കുമൈനുമായി പോകുന്നു. ആരെയാണ് പറ്റിക്കുന്നത്? അല്ല, ഞങ്ങൾ പറയുള്ളൂ, ക്രൈസ്തവ സഭ വോട്ട് ചെയ്യാതെ തന്നെ രാജ്യത്ത് അധികാരത്തിലെത്തിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു കാലഘട്ടം ഞങ്ങളോട് അകൽച്ചയുണ്ടായിരുന്നു. ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യം തന്നെയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെല്ലാവരും ഭരണത്തിൻ്റെ പങ്കാളികളാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും പാർട്ടിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് ഞങ്ങളെടുത്ത നിലപാടാണ്. ആ നിലപാടിനോട് യോജിച്ചുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഈ രാജ്യത്ത് 45 ക്രൈസ്തവ MLA-മാരുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. CPM-ന് എത്ര ക്രൈസ്തവ MLA-മാരുണ്ട്? ഞങ്ങൾക്ക് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ജോൺ ബിർള, ബംഗാളിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടല്ലോ, ഞാൻ പറയട്ടെ ഉത്തരം, ഞാൻ പറയട്ടെ, പറഞ്ഞതിന് ശേഷം ചോദിക്കൂ. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാ വിഭാഗങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ലോക്സഭയിൽ നിന്ന് ക്രൈസ്തവ MP ഉണ്ടായിരുന്നു, ബംഗാളിൽ നിന്ന് ജോൺ ബിർള. ഇത്തവണ കേരളത്തിൽ നിന്ന് ശ്രീ ജോർജ് കുര്യൻ മന്ത്രിയായി വന്നു. അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾ MP ആക്കി. കാരണം ഈ രാജ്യത്തെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും അവരോടൊപ്പം നിർത്തി രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കണം. കേരളത്തിൽ ക്രൈസ്തവ സഭ നൽകിയ, രാജ്യമെമ്പാടും വിദ്യാഭ്യാസ സേവന മേഖലയിൽ അവർ നൽകിയ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുള്ളത്. സംഭവങ്ങളെയൊന്നും ഞങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടല്ല കാണുന്നത്, സാമൂഹ്യ വിരുദ്ധന്മാർ തന്നെയായിരുന്നു. ലോകമെമ്പാടും ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, അപലപിക്കുന്നു. ഇതിനോടൊന്നും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. ആരെങ്കിലും തെറ്റുകാരാണെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം. അതിനോടൊപ്പം മാത്രമേ നിൽക്കൂ. ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പങ്കാളിയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവരെ അടുത്തേക്ക് പോകുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് ഞങ്ങളുമായി സഹകരിക്കുന്നു. ഈ സംഭവത്തിലൂടെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിൽ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാണ്. മത്തായി ചാക്കോയ്ക്ക് അന്ത്യകുദാശ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ മോശമായി താമരശ്ശേരി ബിഷപ്പിനെ ആക്രമിച്ചത് ആരാണ്? അത് പിണറായി വിജയനല്ലേ? അതെന്തേ മുസ്തഫ മറന്നുപോയോ? ഇങ്ങനെ ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയൊക്കെ SFIയുടെ സമരത്തിന്മേൽ തച്ച് തകർത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ തല്ലിത്തകർത്തിട്ടില്ല. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ CPM തകർത്തിട്ടുണ്ട്, SFI തകർത്തിട്ടുണ്ട്, DYFI തകർത്തിട്ടുണ്ട്. വിഷ്ണു, ഞാൻ ഒറ്റ ചോദ്യം. രാജ്യത്ത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിൽ ഒരൊറ്റ ക്രിസ്ത്യൻ പ്രതിനിധിയുണ്ടോ? ചോദ്യമാണ്. ജോർജ് കുര്യൻ കഴിഞ്ഞ തവണ അദ്ദേഹം അടുത്ത് നിയമിക്കും. ജോർജ് കുര്യൻ ആയിരുന്നല്ലോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി മാറി. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രധാനമന്ത്രിയായി മറുപടി കേൾക്കുന്നതാണ് നല്ലത്. ചോദ്യം, എത്ര ക്രൈസ്തവരെ താങ്കളുടെ പാർട്ടി
പ്രതിനിധിയെ എത്ര ക്രൈസ്തവരെ അവസരം കൊടുത്തു എന്നുള്ള ചോദ്യം, എത്ര 440 MLA-മാരെ ഗോവയിലടക്കം ഞങ്ങളോടൊപ്പം CPM എത്ര ക്രൈസ്തവ MLA-മാരുണ്ട്, എത്ര ക്രൈസ്തവ MP-മാരുണ്ട്? പറയട്ടെ എത്ര ക്രൈസ്തവ MP-മാരുണ്ട്? CPM ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ട് MP ആയിട്ട്. ഞാൻ അതിന്റെ പക്ഷെ CPM ഏതെങ്കിലും തരത്തിൽ ജാതിയും മതവും പറഞ്ഞിട്ടല്ല കണക്ക് പറയുന്നത്. അല്ല, ജാതിയും മതവും പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. മതവും ഇതുവരെ താങ്കൾ ചർച്ചയിലുടനീളം അളന്നു കുറിച്ച് പറഞ്ഞു. എങ്കിൽ എത്ര ക്രൈസ്തവ MP-മാരും MLA-മാരും ഉണ്ട് എന്നുള്ള കണക്ക് താങ്കൾ വയ്ക്കൂ. ഞാൻ അത്രയല്ലേ ചോദിച്ചോളൂ. കണക്ക് പറയുന്നതിന് എന്താ പ്രശ്നം? അല്ല, ഞങ്ങളുടെ പിന്നെ MLA-മാരോ MP-മാരോ നിങ്ങളെ പോലെ ജാതിയോ മതമോ പറഞ്ഞിട്ടല്ല അവർ സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നത്. ജാതിയും മതവും പറഞ്ഞിട്ടല്ല. പക്ഷെ എങ്കിലും വിഷ്ണു ഓർമ്മിച്ചാൽ മതി, ജോൺ ബ്രിട്ടാസ് ഞങ്ങൾക്ക് MP-മാരുടെ എണ്ണം കുറവാ. നിങ്ങളുടെ അത്ര 240 ഞങ്ങൾക്ക് 4 ഉള്ളൂ. 4 6 ഉള്ള കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP-മാർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. അതുപോലെ കേരളത്തിലെ MLA-മാരുടെ കൂട്ടത്തിലും ക്രിസ്തീയ പേരുകളുള്ള ആളുകൾ CPM-ന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അവര് പിന്നെ അല്ലാതെ മതവിശ്വാസികളായിട്ട് എണ്ണിയിട്ട് ഇന്ന മതത്തിൽ നിന്ന് ഇത്ര, ഇന്ന ജാതിയിൽ നിന്ന് ഇത്ര എന്ന് CPM പറയില്ല. പക്ഷേ നിങ്ങൾക്ക് CPM MP-മാരുടെ MLA-മാരുടെ പേരും CPM MP-മാരുടെ പേരും എടുത്താൽ പൊതുവെ നമ്മുടെ പൊതുബോധത്തിൽ ക്രിസ്തീയ പേരുകളായി പരിഗണിക്കുന്ന പേരുകൾ കാണാം. അത് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഇവിടെ പാർട്ടിയേക്കാൾ ഈ രാജ്യത്ത് കൂടുതലുള്ള പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. അല്ല BG വിഷ്ണു, ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷ്ണു ഒരൊറ്റ കാര്യം വിഷ്ണു, ഇതാ ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? അവരും ഈ രാജ്യത്ത് ന്യൂനപക്ഷമാണല്ലോ. എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? എത്ര മുസ്ലിം MP-മാരുണ്ട്? രാജ്യത്ത് നിങ്ങൾക്ക് എത്ര മുസ്ലിം MLA-മാരുണ്ട്? നിങ്ങൾ എവിടെ എത്ര പേര് മുസ്ലിം സ്ഥാനാർത്ഥികൾ? അപ്പൊ ക്രിസ്തീയ ന്യൂനപക്ഷത്തിന് നിങ്ങൾ പരിഗണന കൊടുക്കുമ്പോൾ എന്താണ് മുസ്ലിം ന്യൂനപക്ഷത്തോട് നിങ്ങളുടെ താല്പര്യം? അതുകൂടി ഒന്ന് പറഞ്ഞു പോയിക്കോ. അതെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ വിഷ്ണു, നിങ്ങളാണല്ലോ ഇവിടെ കണക്ക് പറഞ്ഞുകൊണ്ട് വന്നത്. ഞങ്ങൾ ഇത്ര ക്രിസ്ത്യൻ MP-മാരെ MLA-മാരെ കൊണ്ടുവന്നു. അതേ കണക്ക് തന്നെയാണ് VP മുസ്തഫ വെച്ചത്. എന്തുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം കേന്ദ്രമന്ത്രി ഇല്ലാത്തത്? ഒരു MP BJPക്ക് സംഭാവന. നിങ്ങൾക്ക് കൃത്യം കണക്കാണ്. നിങ്ങൾ ഇത്ര ക്രിസ്ത്യൻ, ഇന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന ആളുകൾ വേണ്ട, കൃത്യമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തന്നെയാണ് നിങ്ങൾ ഈ ഭരണത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഈ കണക്ക് പറഞ്ഞത്. നിങ്ങൾ കണക്ക് എൻ്റെ ആ ചോദ്യം VP മുസ്തഫ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയും. അല്ല, ഞങ്ങൾ കണക്കുകൾ നോക്കാറുണ്ട്. കാരണം ഈ രാജ്യത്തെ പട്ടികജാതിക്കാർ, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ, OBC-യിൽപ്പെട്ടവർ, ഗിരിവർഗക്കാർ, ഗോത്രവർഗ മേഖലയിൽപ്പെട്ടവർ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, ജൈന വിഭാഗത്തിൽപ്പെട്ടവർ, ബൗദ്ധ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഞങ്ങളുമായി അകൽച്ചയിലുണ്ടായിരുന്നെങ്കിൽ അവരുമായി എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രാതിനിധ്യം കൊടുത്ത് ആ സമൂഹത്തെ കൈപിടിച്ച് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ CPM-ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് വരെ ഒരു CPM-ൽ ദളിതനായ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ദളിതനായ ദേശീയ സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കാര്യം നിങ്ങളാണ് ഇന്ന് ചാതുർവർണ്ണയത്തിൽ ഐത്തം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ സ്വയം പൊളിക്കുകയാണ്. എന്താണെന്നറിയോ? നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ കാണുന്നത് ഇയാൾ ക്രിസ്ത്യനാണ്, ഇയാൾ മുസ്ലിമാണ്, പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷവും മനുഷ്യരാണെന്നാണ് കാണുന്നത്. 35 വർഷം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിൽ ഇടവിട്ട് 25 വർഷമൊക്കെ അധികാരത്തിൽ നിന്നല്ലോ. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളെ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടയാളെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല. കാരണം ഇക്കാലത്തും ഈ വിഭാഗത്തിൽപ്പെട്ടവരോട് നിങ്ങൾ മാറി നിൽക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ബിഷപ്പിനടക്കം നികൃഷ്ടജീവി എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ശ്രീ VP മുസ്തഫ, ഈ പറഞ്ഞ ചോദ്യങ്ങൾ, കാരണം ദളിത് വിഭാഗത്തൊക്കെ പരിഗണന നൽകിയിട്ടുണ്ടോ CPM എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഈ പരിഗണന എല്ലാം നൽകിയത്, കാരണം BG വിഷ്ണുവിൻ്റെ പാർട്ടിക്ക് കൃത്യമായി അറിയാം, ഇത്ര രാജ്യത്തെ 300 കോടി ജനതയിൽ ഇത്ര പേർ മുസ്ലിം, ഇത്ര പേർ ക്രിസ്ത്യൻ, ഇത്ര പേർ ദളിത് വിഭാഗം. അങ്ങനെ രാജ്യത്തെ
800 കോടി ജനതയെയും കൃത്യമായി മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് വ്യക്തമായി BG വിഷ്ണു പറഞ്ഞിരിക്കുകയാണ്. താങ്കൾക്ക് കൃത്യമായി മറുപടി പറയാം. ഇങ്ങനെ എങ്ങനെയാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഓരോ വിഭാഗത്തെ ഈ പ്രാതിനിധ്യം നൽകി കൊണ്ടുവരുന്നത്? ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ CPM സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, MLA സ്ഥാനം നൽകുന്നത്? PPP മുസ്തഫ, അല്ല, നിങ്ങൾ കാണേണ്ടത് ഈ എത്ര എത്ര സങ്കുചിതമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും ഇന്ത്യൻ സമൂഹത്തെ കാണുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ സ്ഥാനമാനങ്ങൾ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ദ്രൗപദി മുർമു ആരാ? രാഷ്ട്രീയമായിട്ട് RSSന്റെ ഒപ്പം നിന്നയാൾ, BJPയുടെ ഒപ്പം നിന്നയാൾ. ഇവര് പിടിച്ചിട്ട് രാഷ്ട്രപതിയാക്കി. രാഷ്ട്രപതി സ്ഥാനത്ത് ഇരുത്തിയിട്ട് അവർ ആദിവാസിയായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവർ നേരിട്ട അപമാനം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. ആ പാർലമെന്റിന് പുതിയ മന്ദിരം നിർമ്മിച്ചു. ഇവരുടെ ഭരണകാലത്ത് നിർമ്മിക്കുന്നു. ഇവരുടെ സ്വന്തക്കാരി തന്നെയായിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു രാഷ്ട്രപതി. എന്ത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് 1ാം പൗരയായ ആ രാഷ്ട്രപതിയെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുപ്പിച്ചില്ല? എന്നെ പങ്കെടുപ്പിച്ചില്ല. ഒരുപാട് സ്വാമിമാര് വന്നല്ലോ, സന്യാസിമാര് വന്നല്ലോ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന്. പക്ഷേ അവിടെ ഇവർ ഒരു നല്ല കർമ്മം തുടങ്ങുമ്പോൾ, ഒരു നല്ല ചടങ്ങ് തുടങ്ങുമ്പോൾ അതിന് ഒരു ആദിവാസി അശ്ലീകരമായതുകൊണ്ട് അവരെ മുന്നിൽ വെക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ കാപട്യം കാണിക്കുന്ന ഒരു പാർട്ടി വേറെ ഏതുണ്ട്? നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾക്ക് എന്താ വേണ്ടത്? കുറെ MLA സ്ഥാനവും ഒരു രാഷ്ട്രപതി പദവിയും കിട്ടിയാൽ മതിയോ? അവർക്ക് വേണ്ടത് ഭൂമിയാണ്, അവർക്ക് ചവിട്ടി നിൽക്കാൻ മണ്ണാണ്, അവരുടെ ശാക്തീകരണമാണ്. അത് കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ട് എത്രയുണ്ട്? ഗുജറാത്തിൽ ഇപ്പോഴും ആദിവാസികൾ സ്വന്തമായി ഭൂമിയുള്ളവർ എത്രയുണ്ട്? ഉത്തർപ്രദേശിലെ SC ST വിഭാഗത്തിൽ സ്വന്തമായി ഭൂമിയുള്ളവർ എത്രയുണ്ട്? മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും പട്ടികജാതി പട്ടികവർഗം സ്വന്തമായിട്ട് ഭൂമിയുള്ളവർ എത്രയാ നാട്ടിൽ കൂലി? റിസർവ് ബാങ്കിന്റെ കണക്ക് വന്നില്ലേ? റിസർവ് ബാങ്കിന്റെ കണക്ക് എന്താ കണക്ക് പറയുന്നത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു ദിവസം പണിയെടുത്താൽ ശരാശരി കൂലി 250 രൂപ, 300 രൂപ. കേരളത്തിൽ ഒരു ദിവസം അധ്വാനിച്ചാൽ കൂലി 900, 1000 രൂപ. അതുകൊണ്ട് രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ആളുകൾ പണി തേടി കേരളത്തിൽ വരുന്നു. നല്ല കൂലി ലഭിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ നാട്ടിൽ സാമ്പത്തിക ശാക്തീകരണം പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോ നിങ്ങൾ കാണേണ്ടതാ. ശ്രീ വിഷ്ണു, ഇപ്പൊ ഈ വിഷ്ണു ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആ ബംഗാളിലെ ത്രിപുരയിലേക്ക് നിങ്ങൾ അവിടെ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ബംഗാളികളെ കൊണ്ട് നിങ്ങളെ 35 വർഷം ഭരിച്ച നാടാണ്. അവിടെ എന്താ കമ്മ്യൂണിസം വന്നില്ലേ? അവിടെ എന്താ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നേതാക്കന്മാരില്ലായിരുന്നു? അവിടെ എന്താ ശമ്പളമില്ലാത്തത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. അവിടുന്ന് എല്ലാ ബംഗാളികളും മറുനാട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? ബംഗാളിൽ എന്തേ ശമ്പളമില്ല? അല്ല, ഗുജറാത്തിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട്? ഈ ബംഗാളികൾ ബംഗാളികൾ എന്ന് പറഞ്ഞ പൊതു പേര് ഗുജറാത്തിൽ വളരെ സിമ്പിൾ ആണ് ഉത്തരം. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കേരളത്തിൽ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. കേരളത്തിൽ നല്ല ശമ്പളം കിട്ടുന്നുണ്ട് വിഷ്ണു. ഗുജറാത്തിൽ നിന്ന് ഇവിടെ വരാം. കാര്യം ഈ ബംഗാളിൽ കിടക്കുന്ന മുഴുവൻ സഖാക്കന്മാർ ഇപ്പൊ കേരളത്തിലാ. കാരണം ബംഗാളിൽ കൂലിയില്ല, ബംഗാളിൽ ശമ്പളമില്ല. ഇത്രയും ഗതികെട്ട ഒരു നാടുണ്ടോ? അല്ല, ഉത്തർപ്രദേശിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? വിഷ്ണു 200-250 രൂപ ശമ്പളമാണ് ഉത്തർപ്രദേശിലുള്ളവർ ഇവിടെ കേരളത്തിലുണ്ട്. ആരും നാട് വിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ 35 വർഷം ബംഗാളി ഭരിച്ചെടുത്താണ് നാട്ടുകാർ മൊത്തം നാട് വിട്ട് ഗുജറാത്തിലേക്ക് പോകുന്നു. ഈ ബംഗാൾ എന്ന് പറഞ്ഞ് ഗുജറാത്തിൽ വരുന്ന ആളുകളെയും ബംഗാളികളെന്നാണ് ഇപ്പൊ പറയുന്നത്. വിഷ്ണു ഒറ്റ മറുചോദ്യം. ഞങ്ങൾ 35 വർഷം ഭരിച്ചപ്പോൾ ഒരു ബംഗാളിയും കേരളത്തിൽ വന്നിരുന്നില്ല. ജ്യോതി ബാസു ഭരിച്ചിരുന്ന
ബുദ്ധദേവ് ഭരിച്ചിരുന്ന 35 വർഷം ഒരു ബംഗാളിയും കേരളത്തിൽ വന്നിരുന്നില്ല. ആ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിച്ച് നിങ്ങൾക്ക് മാനസിക പിന്തുണയുള്ള ആളുകൾ അവിടെ ഭരണത്തിൽ വന്നപ്പോഴാണ് ബംഗാൾ വിടേണ്ടി വന്നത്. നിങ്ങൾ പറ, ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഒരൊറ്റ ബംഗാളി ഉണ്ടായിരുന്നു കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഇടതുപക്ഷ ഭരണകാലത്ത് ബംഗാളിൽ സുരക്ഷിതരായിരുന്നു. പക്ഷേ നിങ്ങൾ ഭരിക്കുമ്പോഴാണ് രാജസ്ഥാനി ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഭരിക്കുമ്പോഴാണ് വന്നിരിക്കുന്നത്. ഓഫീസിലാണ് താങ്കൾക്ക് ഒരു പക്ഷേ ഈ ദേശീയ തരത്തിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ വിലയിരുത്തി. നേരത്തെ ഇവിടെ BG വിഷ്ണു പറഞ്ഞതും VPP മൂസ പറഞ്ഞതുമായ കാര്യങ്ങളുണ്ട്. വളരെ കൃത്യമായ മറുപടിയാണ് VPP മൂസ പറഞ്ഞത്. നേരത്തെ ബംഗാളിൽ CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളും ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നില്ല. അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. ബംഗാളികൾ എന്നുള്ളൊരു പൊതുപദം ചാർത്തി കൊടുത്തുകൊണ്ട് ഗുജറാത്തികളും രാജസ്ഥാനികളും മധ്യപ്രദേശികളും ഒക്കെ ഇവിടെ വരാറുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ കേരളവും ഈ മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ BJP ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് ശ്രീ റെജി ലൂക്കോസ്? ഷിജു, അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് നേരത്തെ ഇവിടെ വിഷ്ണു ചോദിച്ചൊരു ചോദ്യം ഭരണഘടനാ വിരുദ്ധമാ, ജനാധിപത്യ വിരുദ്ധമാ, നിങ്ങൾക്ക് എത്ര ക്രിസ്ത്യൻ MPമാരുണ്ട് പാർലമെന്റ് എന്ന് ചോദിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്ത മതേതരത്തിനും ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒന്നായിട്ട് കാണുന്നതിന് തുല്യ അവകാശമുള്ള ഈ രാജ്യത്തെ ഭരണഘടനയുള്ള വെല്ലുവിളി അദ്ദേഹം കാണിച്ചത്. ഇനി ഒരൊറ്റ ക്രിസ്ത്യൻ MP, ഒറ്റ മുസ്ലിം MP അല്ലെങ്കിൽ മറ്റു ഇതര സമൂഹത്തിൽപ്പെട്ട MP ഇല്ലെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് പ്രാതിനിധ്യം ഇല്ലെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവരെ വേട്ടയാടാന്നാണ് ഈ ജിഷ്ണുവിന്റെ പാർട്ടി വിചാരിച്ചിരിക്കുന്നത്. എത്ര ഭരണഘടനാ വിരുദ്ധമായ ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. ഭരണഘടനയോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ ജനാധിപത്യത്തിനോട് തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ എത്ര ജാതിയുടെ പേരിലുള്ള MPമാരിൽ കൊണ്ടെന്ന് ചോദിച്ചത് താങ്കൾ അത് പിൻവലിക്കണം. കാരണം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് അത് നിഷേധിക്കുക. അതിനുള്ള എക്സ്പ്ലനേഷൻ തരാം. മുസ്തഫ സാർ പറഞ്ഞ രണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ കേസ് കിടക്കുന്നത് ആർക്കെതിരെയാണ് താങ്കൾക്ക് അറിയാമോ? ഒറ്റ കാര്യം പറഞ്ഞു അവസാനം സജി ചെറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുക ഭരണഘടന. സജി ചെറിയാൻ ഒരു പ്രതിപക്ഷമാന്യത കാണിക്കും. സുഹൃത്തൂടെയല്ലേ പറഞ്ഞില്ലേ? ഞാനൊന്ന് ആടിയട്ടെ. മദർ തെരേസയ്ക്ക്, ലോകം അമ്മയെ പോലെ ആദരിക്കുന്ന മദർ തെരേസയ്ക്ക് ഭാരതരത്നം കൊടുത്തപ്പോൾ നിങ്ങളുടെ പരിവാർ സംഘടനകൾ ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്തുക, അത് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണോ ക്രിസ്ത്യൻ പ്രണയം പറയുന്നത്? കർണാടകയിലെ ചിക്കമലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറി പുരോഹിതനെ നാട്ടുകാരെ തല്ലി ഓടിച്ചാരാ? നിങ്ങളുടെ പരിവാർ സംഘടനകളാ. അതുപോലെ തന്നെയാണ് കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ബൈബിളും പിടിച്ച ഒരാൾക്ക് നടക്കാൻ പറ്റത്തില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ മാരാമൺ കൺവെൻഷൻ നടത്തിയത് വെല്ലുവിളിച്ചില്ലേ നിങ്ങൾ? പിന്നെ RSSന്റെ നിങ്ങളുടെ പരമോന്നത നേതാക്കന്മാര് അന്ന് അതിന് നടത്താനുള്ള സംരക്ഷണം കൊടുത്ത ആരാ? ആൺകുട്ടികളായ ചൊറിയൂർക്കുള്ള DYFIക്കാർ നിരന്നു നിന്നാണ് ആ കൺവെൻഷനെ പൂർത്തീകരിച്ചത്. ഇനി ഈ അടുത്ത കാലത്തെ സംഭവം പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് കാറ്റിങ്ങിൽ ഒരു പാവപ്പെട്ട പെന്തിക്കോസുകാരുടെ ആരാധനാലയത്തിൽ കടന്നു കയറി അത് കത്തിച്ച് അവരെ മർദ്ദിച്ചപ്പോൾ അവിടെ ഓടിയെത്തിയ ആദ്യത്തെ കേരളത്തിലെ നേതാവാണെന്നറിയോ? അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയനാ. അദ്ദേഹത്തിന്റെ സംരക്ഷണം അന്ന് വൈകുന്നേരം വീണ്ടും അവിടെ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം മേടി കൊടുത്തു. നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട്, ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന ഈ പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഇന്നലെ ഇന്നുമായിട്ട് ആരെങ്കിലും ചാർജുണ്ട് അവർക്ക് മനസ്സിലായി. ഇനി ബംഗാളിനെ കുറിച്ച് പറയാം. ബംഗാളിൽ നിങ്ങളുടെ അധികാരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എത്ര നാളായെന്നറിയോ? ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ബംഗാളിൽ നിന്നും നിങ്ങൾ ഈ പറഞ്ഞ ബംഗാളികൾ ആക്ഷേപിക്കുന്ന അവിടുത്തെ ആളുകൾ ലക്ഷക്കണക്കിന് കേരളത്തിലേക്ക് അഭയം തേടി വന്നത്. സൂററ്റ് എന്നുകൊണ്ട് സ്ഥലമുണ്ട് ഗുജറാത്തിൽ. ഇഷ്ടമാണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തോളൂ. സൂററ്റിന്റെ അവിടുത്തെ വസ്ത്രവ്യാപാര ബിസിനസ്സിൽ ചെറിയൊരു ഇടിവ് വന്നപ്പോൾ കേരളത്തിലെ മലബാർ മേഖലകളിലേക്ക് ഒഴുകിയെത്തി നിങ്ങൾ ഭരിക്കുന്ന നാളുകളായിട്ട് നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് ഇന്നും അവരുടെ പണിയെടുക്കുക. നിങ്ങൾ അവരെല്ലാം ലേബറിട്ട് വിളിക്കുന്ന എന്താ? ബംഗാളികളെന്ന്. ഞങ്ങൾ ഭരിച്ചപ്പോൾ ഒറ്റ ബംഗാളി പോലും ഈ കേരളത്തിൽ പണിയെടുക്കാൻ വന്നിട്ടില്ല, ഇന്ത്യയെ പണിയെടുക്കാൻ വന്നിട്ടില്ല. തുല്യാവകാശം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് അവിടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലുണ്ടോ? നിങ്ങളുടെ BJPയുടെ പ്രവർത്തകരുണ്ട് ഇവിടെ വന്നതിൽ. നിങ്ങൾ എന്ത് സംരക്ഷണം ബംഗാളി കൊടുക്കുന്നത്? എന്തൊക്കെയായാലും ഇങ്ങനെ വിളിച്ചു പറയരുത്. കാരണം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാ. ഇനി ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ അവിടെ പോയി സൗഹാർദ്ദം നടത്തിയത് ഞങ്ങളതിനെ വെൽക്കം ചെയ്യുന്നു.
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയനാണ്. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാടുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് ആദരണീയനായ പാലക്കാട് പിതാവും അതുപോലെ തന്നെ മിലിത്തിയോസ് ഓർത്തഡോക്സിന്റെ പിതാവും പ്രകടിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് തത്തമംഗലത്തും നെല്ലിയപ്പള്ളിയിലും തടിച്ചുകൂടി കരോൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട്. ഇതാണ് ഈ നാടിന്റെ മതസൗഹാർദ്ദവും സാഹോദര്യവും. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ഏക സന്ദേശം, ദ നമ്പർ 1 മെസ്സേജ് ഫോർ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ മെസ്സേജാ. പുല്ലുവില നിങ്ങളൊരു കൽപ്പിച്ചിട്ടുണ്ടോ? രാജ്യാന്തര തലത്തിൽ ഈ നാട്ടിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മറ്റു ന്യൂനപക്ഷങ്ങളും വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നേരിൽ കണ്ട UN ആസ്ഥാനത്ത് കണ്ട ഇത്. വേണമെങ്കിൽ ആ പടം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇപ്പൊ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് ഇരട്ടത്താപ്പ്. അത് ഒരേ സമയം ഇരയ്ക്കൊപ്പം വേട്ടക്കാരനോടൊപ്പം ഓടി നടക്കുന്ന നിങ്ങൾക്ക് കേരളത്തിൽ വേരുറപ്പിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാ? ഈ നാടിന്റെ മതേതരഭാവ, ഇതിന്റെ സൗഹാർദ്ദ അന്തരീക്ഷ നിങ്ങൾ നാക്കെടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വിമർശിച്ചതാ, നാവെടുത്താൽ നിങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, പാലാ ബിഷപ്പിനെ സംരക്ഷിക്കുന്ന നിങ്ങളാണെന്ന്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പാലാ ബിഷപ്പിനെ സംരക്ഷിക്കുന്ന പാലായിലെ 1000-10,000 ജനങ്ങൾ, അവിടെ ജാതി മതമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവങ്ങളൊക്കെ പറയാം. ഞാൻ ഉദാഹരണം ഒന്നും പറഞ്ഞില്ല. ഇന്ത്യയിലെ കേരളത്തിൽ തമിഴ്നാട് വിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്കും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്കും കന്യാസ്ത്രീകളോട് ഇപ്പോൾ നിങ്ങളുടെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നറിയോ? ഭീഷണിപ്പെടുന്നത് ഗോ ബാക്ക് ടു കേരള, ഗോ ബാക്ക് ടു യുവർ നേറ്റീവ് പ്ലേസ്, ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കടന്നുപോകും ഇവിടെ നിന്നാണ് പറഞ്ഞുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഭീതിജനമായ അന്തരീക്ഷത്തിലാണ് അവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും കന്യാസ്ത്രീകളും ജീവിക്കുന്നത്. ഇന്ത്യയുടെ പുരോഗതിക്ക് വലിയ സംഭാവന ചെയ്തിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ചാവറ കുര്യാക്കോസ് അച്ഛൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പകർന്നു നൽകിയിട്ടുള്ള ആ ഒരു മുഖവും ഭാവം ഉണ്ടല്ലോ, അത് അനുഭവിച്ചു വളർന്നവരാണ് നിങ്ങളെ പോലുള്ളവരും. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളോട് കേരളത്തിൽ കൊടുത്തു നൽകിയ സംഭാവനയെ കുറിച്ച് ചരിത്രം പഠിക്കണം. 1771 ഇറ്റലിക്കാരനായ ഒരു ക്ലെമൻ പിയാനോസ് എന്ന് പറഞ്ഞൊരു പുരോഹിതൻ കേരളത്തിൽ വന്നു. അതിനു മുമ്പ് കേരളത്തിൽ മലയാളം അച്ചടിച്ച ഒറ്റ പുസ്തകമുണ്ട്, അതൊരു ഒറ്റ കണ്ണിയുള്ളൂ, മലബാറിക്ക കോസ്റ്ററിക്ക. അത് സംസ്കൃതത്തിന്റെ മലയാളം അക്ഷരങ്ങൾ മാത്രം. അന്ന് ഈ ക്ലെമൻ പിയാനോസ് കേരളത്തിൽ വന്ന് കേരളത്തിലെ ഭാഷ പഠിച്ച്, കേരളത്തിലെ അച്ചടി ഭാഷ പഠിച്ച്, മലയാളം പഠിച്ച് ജർമ്മനിയിൽ പോയി പ്രിന്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. അതിന്റെ പേര് സംശയ വേദാർത്ഥ. അതെങ്ങനെയോ അതൊരു ക്രിസ്ത്യൻ മിഷനറിയുടെ സംഭാവനയായിരുന്നു. ചരിത്രമാണത്. ഇപ്പോഴും ട്രിവാൻഡ്രത്തെ ലൈബ്രറിയിലുണ്ട്, സർക്കാർ ലൈബ്രറിയിലുണ്ട്, വത്തിക്കാനിലുണ്ട്, ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. 3 കോപ്പി ഒറിജിനലുണ്ട്. അതിന് മറ്റൊരു പതിപ്പ് DC ഇറക്കിയിട്ടുണ്ട്. നിങ്ങളാണോ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംരക്ഷകർ നിങ്ങളാണെന്നവരും? നിങ്ങൾ ശരിക്കും കൊലപാതകങ്ങളാണ് ഈ രാജ്യത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട്. നിങ്ങളുടെ ആപ്തവാക്യം എഴുതി വെച്ചിരിക്കുന്ന വിചാരധാരയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കണം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ രാജ്യത്ത് പുറത്താക്കണം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളെ പുറത്താക്കണം. നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുക. നിങ്ങൾ മണിപ്പൂരിൽ ഏതാണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പുതിയ വേർഷൻ എന്താ? ശരി ശ്രീ റെജി ലൂക്കസ്, അതിൽ കുറെ കൂട്ടിച്ചേർക്കൽ കൂടി വേണ്ടി വരുന്നുണ്ട്. വിചാരധാരയ്ക്ക് അപ്പുറത്തേക്ക് സംഘപരിവാർ കടന്നു പോയിട്ടുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ആദിവാസികൾ വേണ്ട, ദളിതർ വേണ്ട, അങ്ങനെ ചില കൂട്ടിച്ചേർക്കൽ കൂടി. സാധാരണ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ ഈ BJP നേതാക്കൾ നിരന്തരം ഉന്നയിക്കുന്നതാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ BJPക്കെതിരെ BJP കേരളത്തിൽ ഉത്തരേന്ത്യയിൽ പയറ്റിയ അതേ തന്ത്രങ്ങൾ കേരളത്തിലേക്ക് പയറ്റുമ്പോൾ, ഇവിടെ വർഗീയ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നതാണ്, നിങ്ങളുടെ ബംഗാളിൽ എന്തായിരുന്നു, നിങ്ങൾ പണ്ട് പിണറായി നികൃഷ്ടജീവി എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെ വളരെ ഗൗരവമായ വിഷയമാണ് ഇന്ന് ആ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തിറക്കിയ കണക്ക് എന്ന് പറഞ്ഞാൽ 2014 മാത്രം 745 ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഈ രാജ്യം ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മുടെ ആ വിഷയത്തിലേക്ക് തന്നെ വരിക. ഇന്ന് ആ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞ വിഷയം തന്നെയാണ്. അവരവിടെ വന്ദിക്കുകയും ഇവിടെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്. എന്താണ് ഈ കാപട്യം എന്ന് തിരിച്ചറിയാൻ കേരളത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുന്നില്ലേ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ടല്ലോ. ജനങ്ങൾ അങ്ങനെ BJP അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തെയും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണല്ലോ BJPക്ക് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിയാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, BJP മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുത്വ ഐഡിയോളജിയാണ്. അവര് ഹിന്ദു ദേവന്മാർ, ഇപ്പൊ ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഹിന്ദു ഇമേജുകളെ, പ്രതീകങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. ഓംകാരം പോലെയുള്ള ശാന്തിയുടെ സന്ദേശത്തെ RSSന്റെ വേദിയിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് കടുത്ത ഹിന്ദു വർഗീയതയ്ക്ക് വേണ്ടി പ്രചരിക്കുന്നു. പക്ഷേ ഇത്രയും മഹാഹിന്ദു ജനസംഖ്യയുള്ള രാജ്യത്ത് ഇപ്പോഴും
35% വോട്ട് BJPക്ക് കിട്ടിയില്ലല്ലോ. ഭരണം കിട്ടി എന്നുള്ളത് ശരി, അത് നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു പ്രശ്നമാണല്ലോ. സീറ്റുകളുടെ എണ്ണം കൂടിയാൽ അവർക്ക് അധികാരത്തിൽ വരാം. അതല്ലാതെ രാജ്യത്ത് ഇത്രയേറെ ഹിന്ദു ജനസംഖ്യ 85-90 കോടി ഹിന്ദു ജനസംഖ്യ ഉണ്ടായിട്ട് ഈ 100 വർഷം RSS ഈ കടുത്ത ഹിന്ദുത്വ വർഗീയത പറഞ്ഞിട്ട് അവർക്കാകെ ഈ ഭരണത്തിന്റെ പിൻബലമെല്ലാം ഉപയോഗിച്ചിട്ടും 35% എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും BJPയുടെ ഹിന്ദുത്വ ഐഡിയോളജിയോടൊപ്പമല്ല. അവർ വിശ്വസിക്കുന്ന ഹിന്ദു ധർമ്മം വേറെയാണ്, ആ ഹിന്ദു ധർമ്മം വേറെയാണ്, ഹിന്ദുത്വ ഐഡിയോളജി വേറെയാണ്. അതുകൊണ്ട് ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണൽ ഐഡിയോളജിയാണ്. അത് രാഷ്ട്രീയ വർഗീയ പ്രത്യയശാസ്ത്രമാണ്. അത് ഹിന്ദു ധർമ്മവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ്. ഇത് തിരിച്ചറിയുന്ന ജനത നാട്ടിലുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്, അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒന്നറിയാം, അധികാരം ആദ്യം കൊയ്യണം, അതിനു വേണ്ടിയിട്ട് എന്ത് വേഷവും കെട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരധാരയിൽ ഈ ഭാരതത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ, അവരാഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുന്നതിനുള്ള ആഭ്യന്തര ശത്രുക്കളായി രേഖപ്പെടുത്തി വെച്ചവരാ ക്രിസ്ത്യാനികൾ. ഇപ്പൊ എന്തു വലിയ ക്രിസ്ത്യൻ സ്നേഹമാണ് ഇങ്ങനെ വായിന്നിങ്ങനെ വരുന്നത്, എന്തു വലിയ ക്രിസ്ത്യൻ ഭക്തിയാണ് അവർക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുടെ ഈ നിലപാടിനെ തള്ളിക്കളയണ്ടേ? അന്ന് എഴുതി വെച്ചത് ശരിയല്ല. ഇവരുടെ കുരുക്ഷേത്ര പ്രകാശന അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് വിചാരധാര, ബെഞ്ച് ഓഫ് തോട്ട്സ്, അതിലുണ്ടല്ലോ അത് 8, 9, 10 അധ്യായങ്ങൾ. നേരത്തെ റജി ലൂക്കോസ് സൂചിപ്പിച്ചല്ലോ. കമ്മ്യൂണിസ്റ്റുകളും പിന്നെ മുസ്ലിങ്ങളും ഇതും അവിടെ നിന്നോ ഒരു 5-6 വർഷം മുമ്പാണ് RSSന്റെ ബൈഠക്ക് ഡൽഹിയിൽ ചേർന്നപ്പോൾ അവര് പറഞ്ഞത് 3 മിഷണറീസ്, അതുപോലെ മുസ്ലിംസ് ആൻഡ് പിന്നെ മാർക്സിസ്റ്റ്, മറ്റൊരു എമ്മും കൂടി സൂചിപ്പിച്ചല്ലോ. അങ്ങനെ എന്ന് പറഞ്ഞാൽ വിചാരധാരയിലെ നിലപാട് ഇപ്പോഴും അവർ മാർക്സിസ്റ്റ് അവര് തിരുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരത് ആവർത്തിച്ചത്. ഇപ്പോഴത്തെ മോഹൻ ഭഗവത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാ പറഞ്ഞത് ഈ 3 പിന്നെ എമ്മാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ആഭ്യന്തര ശത്രുക്കൾ എന്ന്. എന്നിട്ട് തൽക്കാലം അധികാരത്തിന് വേണ്ടി അപ്പോഴാണോ അപ്പൊ ക്രിസ്ത്യൻ സ്നേഹം പ്രകടിപ്പിക്കുമ്പോ കംപ്ലീറ്റ് മുസ്ലിം നെഗേഷൻ. നേരത്തെ ഒരു മുസ്ലിം മന്ത്രി കേന്ദ്രമന്ത്രി ഇവർക്കുണ്ടായിരുന്നു. BJPയുടെ പിന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാം മാറ്റിവെച്ചു, ഒരൊറ്റ മന്ത്രിസ്ഥാനമില്ല. ഇത്തവണത്തെ ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടായി? ജയിച്ചില്ല പോട്ടെ, എത്ര മുസ്ലിം കാൻഡിഡേറ്റ് നിർത്താൻ തയ്യാറായി? അപ്പോ എന്തിനാ ക്രിസ്ത്യൻ സ്നേഹം? കേരളത്തിൽ ഈ വോട്ട് കിട്ടാൻ കേരളത്തിന് പുറത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിൽ കാണിക്കണ്ടേ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ എന്തേ അവർ പരിഗണിക്കാത്തത്? ആസാമിലെ ക്രിസ്ത്യാനികളെ എന്തേ പരിഗണിക്കാത്തത്? അവിടെ എന്തേ ചർച്ച തുറക്കാൻ അനുവദിക്കാത്തത്? ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. രാജ്യത്താകെ ക്രിസ്ത്യാനികളെ എടുത്തിട്ടൊന്നുമില്ല. 5 വർഷമായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി വന്നിട്ട് 5 വർഷമായി. ഇപ്പൊ ജോർജ് കുര്യൻ മന്ത്രിയായപ്പോഴുള്ള 6 മാസമല്ല, 5 വർഷമായി ആളില്ല. ഇങ്ങനെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തൽക്കാലം കാണുന്നവനെ ഡേഷ് എന്ന് വിളിക്കുന്ന അങ്ങേയറ്റം കാപട്യം നിറഞ്ഞ ഒരു സംസ്കാരമല്ലാതെ അതിനപ്പുറത്ത് BJPയുടെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏകത ഇല്ലാതാക്കുന്നതാണ്. അവരേകത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന, ദേശീയോദ്ഗ്രഥനത്തെ തകർക്കുന്ന, ഇതിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന, ഡൈവേഴ്സിറ്റിയെ തകർക്കുന്ന അത്യന്തം അപകടകരമായ പ്രത്യയശാസ്ത്രമാണ്. അതിനെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർക്കിപ്പോഴും അധികാരമൊക്കെ കിട്ടിയെങ്കിലും ഒരു 35-40% അവരുടെ വോട്ട് രാജ്യത്താകെ പോലും വർദ്ധിക്കാത്തത്. അത് തന്നെയാണ് ശ്രീ വിഷ്ണു. ഒരുപക്ഷെ ഈ നിങ്ങൾ മേനി നടിക്കുന്ന ഈ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം അത് ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഹിന്ദുക്കളുടെ ഐഡിയോളജി അല്ല. നിങ്ങളുടെ ഐഡിയോളജിക്ക് വിരുദ്ധമാണ് ഭൂരിപക്ഷത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, അതുകൊണ്ടാണ് 35% ഒതുങ്ങിപ്പോയെന്നാണ് VPP മുസ്തഫ പറയുകയും ചെയ്തത്. ആ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആ മോഹൻ ഭാഗവത് പറഞ്ഞ 3 പ്രശ്നം തന്നെയാണോ നിങ്ങളെ സംബന്ധിച്ചിപ്പോഴും? അല്ല, അങ്ങനെ ഒരെണ്ണം ഒരിക്കലും മോഹൻ ഭാഗവത് പറഞ്ഞിട്ടില്ല. തെറ്റായ ഒരു പ്രചരണമാണ്. അദ്ദേഹം അർബൻ നക്സലുകളെയും മാർക്സിസ്റ്റ് ഐഡിയോളജിയും തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ കൃത്യമായി പറഞ്ഞു. വേണ്ട, വിചാരധാരയിൽ പറയുന്നത് പറഞ്ഞാൽ മതി. ഒരു മതവിഭാഗത്തെ
താങ്കളുടെ ചോദ്യം ഞാൻ കേട്ടു, ഞാൻ ഉത്തരം പറയുകയാണ്. ഒരു മതവിഭാഗത്തെയും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ഉപമയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന അദ്ദേഹം നടത്തുകയുമില്ല. RSS നേതാക്കൾ അത്തരത്തിലുള്ള സർസംഘചാലക ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല. ബൈഠക്ക് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഒരിടത്ത് പോലും ബൈഠക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു സർസംഘചാലക് നാളെ ദൂരെ പത്രസമ്മേളനം നടത്തി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ RSSൻ്റെ ബൈഠക്കിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞങ്ങൾ പോലും അറിയാറില്ല. പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളും അറിയാറുള്ളത്. അതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഈ രാജ്യത്ത് ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗങ്ങളെയും ആക്രമിക്കപ്പെടുന്ന, ലോകത്തെമ്പാടും മതന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയൊക്കെ ആക്രമിക്കപ്പെടുന്ന ഭീകരവാദ തത്വങ്ങളോട് ഒരു സന്ധിയില്ല പോരാട്ടം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ സർക്കാരും ഒക്കെ നടത്തുന്നത്. അതിലൊരു സംശയം വേണ്ട. അത് ഇസ്രയേലിൻ്റെ വിഷയത്തിലായാലും ജർമ്മനിയുടെ വിഷയത്തിലായാലും ഇനി പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഞങ്ങൾക്ക് ഒറ്റ നിലപാട് തന്നെയാണെന്ന്. ലോകത്ത് അക്രമത്തിനിരയാകുന്നവർക്കൊപ്പം ഞങ്ങൾ നിലനിൽക്കുന്നു. ഞങ്ങളുടെ നിലപാട് അതാണ്. പക്ഷേ മണിപ്പൂരിൽ മാത്രം ആ നിലപാടില്ലല്ലോ വിഷ്ണു. ഏതായാലും സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. കാരണം ഈ താങ്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ രാജ്യത്തെ വിവിധ ലോകരാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, അവർക്കെതിരെയൊക്കെ ശബ്ദമുയരണം. പക്ഷേ മണിപ്പൂരിൽ ശബ്ദമുയരില്ല. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ ദാബോൾക്കറെ കൊല്ലുമ്പോൾ ഉയരില്ല, സ്റ്റാൻ സ്വാമി കൊല്ലപ്പെടുമ്പോൾ ഉയരില്ല. രാജ്യത്ത് വേറൊരു നിലപാടും അന്താരാഷ്ട്ര തലത്തിൽ വേറൊരു നിലപാടും. ഏതായാലും കൊല്ലപ്പെട്ടതിൽ ഏത് BJPയോ RSS നേതാവാണ് പ്രതിയായി? അതായത് സംഘപരിവാർ വിഷ്ണു, ഞാൻ പറയട്ടെ, സംഘപരിവാർ സംഘടന എന്ന് പറയുന്ന എത്ര സംഘടനകളാണെന്ന് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഏതായാലും വിഷ്ണു, ഒരു വിഷയം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 14 വർഷവും ഈ രാജ്യത്ത് നടത്തി എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷ്ണു ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എവിടെ എപ്പോഴും പ്രശ്നമുണ്ടായാലും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയുന്നതാണ്. നേരത്തെ അപ്പോഴേ പറയുകയാണ് ബംഗാളിൽ എന്ത് സംഭവിച്ചു, ഇവിടെ പിണറായി നികൃഷ്ടജീവി എന്ന് പറഞ്ഞില്ലേ, ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത് കള്ളത്തരമാണെന്ന് ഇവിടുത്തെ ക്രൈസ്തവ ജനവിഭാഗം ഭൂരിഭാഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ സമയപരിമിതികളോട് ഇടപെടുകയാണ് ശ്രീ BG വിഷ്ണു. VP മുസ്തഫ, ഒപ്പം റജി ലൂക്കോസ്. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ, ഈ ന്യൂസ് ആൻഡ് ന്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.